DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലാവധി പൂർത്തിയാക്കുന്ന പിണറായി സർക്കാരിന്റെ 2026 വർഷത്തെ ബജറ്റ് അവതരണമാണ് ധനമന്ത്രി KN ബാലഗോപാൽ 2 ദിവസം മുൻപ് നിർവഹിച്ചത്. 14,500 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത്. ഈ വർഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് 2026 ജനുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത്. 2,000 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി അനുവദിച്ചത് 1,050.49 കോടി രൂപയാണ്. ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയ്ക്കായി 927.21 കോടി രൂപയാണ് അനുവദിച്ചത്. ഇതിൽ ബാങ്ക് അക്കൗണ്ട് വഴി വിതരണം ചെയ്തത് 494.13 കോടി രൂപയാണ്. വീടുകളിൽ സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി നേരിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് 433.08 കോടി രൂപയാണ്. സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന 16ഓളം ക്ഷേമനിധി ബോർഡ് പെൻഷൻകാർക്ക് വിതരണം ചെയ്യുന്നത് 123.28 കോടി രൂപയുമാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ജനുവരി 31-നും ക്ഷേമ പെൻഷൻ കൈകളിലോ അക്കൗണ്ടിലോ എത്താത്തവർക്ക് ഫെബ്രുവരി ആദ്യ ആഴ്ചയും വിതരണം ഉണ്ടാകുന്നതാണ്. മന്ത്രി പുറത്തുവിട്ട ഈ കണക്കിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉൾപ്പെടില്ല. കാരണം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചല്ല, ക്ഷേമനിധി ബോർഡിന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ്. കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ പിരിച്ചെടുക്കുന്ന സെസ് ഉപയോഗിച്ചും അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അംശാദായം ഉപയോഗിച്ചുമാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ക്ഷേമനിധി ബോർഡ് ഒട്ടേറെ മാസങ്ങളിലെ പെൻഷനാണ് കുടിശ്ശിക ആക്കിയിരിക്കുന്നത്. അതേസമയം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയെല്ലാം കൊടുത്തു വീട്ടിയ സർക്കാർ നവംബർ മാസം മുതൽ പെൻഷൻ തുക വർദ്ധിപ്പിച്ച് 2,000 രൂപ വീതം നൽകി വരികയുമാണ്. 2026 ആദ്യ മാസമായ ജനുവരിയിലെ പെൻഷൻ സർക്കാർ ഈ മാസം തന്നെ വിതരണം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 10,700 കോടി രൂപ ക്ഷേമ പെൻഷനായി നൽകിയിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പഴയ കുടിശ്ശിക അടക്കം 35,089 കോടി രൂപ നൽകി. രണ്ടാം പിണറായി സർക്കാർ നാളിതുവരെ 48,383 കോടി രൂപ നൽകിക്കഴിഞ്ഞു. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോഴും 54,000 കോടി രൂപ ക്ഷേമ പെൻഷനായി ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. എല്ലാ മാസവും 2,000 രൂപ വീതം ക്ഷേമ പെൻഷനായി നൽകുന്നതിന് ബജറ്റിൽ 14,500 കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടാതെ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി, മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ മാത്രം 1 കോടി ആളുകളിലേക്കാണ് സർക്കാരിന്റെ സഹായം ഈ വർഷം എല്ലാ മാസവും എത്തുന്നത്. അതായത് ജനസംഖ്യയുടെ 30% ആളുകൾക്ക് എല്ലാ മാസവും സർക്കാർ നേരിട്ട് സാമൂഹ്യ സുരക്ഷാ സഹായം എത്തിക്കുന്നു എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു വർഷം മുഴുവൻ ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിനായി ഫണ്ടും ധനമന്ത്രി ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം ക്യാൻസർ, ലെപ്രസി, ക്ഷയം, എയ്ഡ്സ് രോഗബാധിതരുടെ പ്രതിമാസ പെൻഷനിൽ 1,000 രൂപ വർധനവ് വരുത്തി മാസം 2,000 രൂപയായി ബജറ്റിൽ ഉയർത്തിയിട്ടുമുണ്ട്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആരെങ്കിലും നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അവർ ജൂൺ 30-നുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുള്ളവർ ഇപ്പോൾ നൽകേണ്ടതില്ല. പലരും 2026 വർഷത്തിൽ പുതുതായി വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ചോദിച്ചതായി തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. 2026 വർഷത്തിൽ സർക്കാർ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മുൻ വർഷങ്ങളിൽ ആവശ്യപ്പെട്ടപ്പോൾ നൽകാത്ത ആളുകളാണ് ജൂൺ 30-നുള്ളിൽ നൽകേണ്ടത്. മൊത്തം 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ 3 ലക്ഷത്തോളം പേരോട് മാത്രമാണ് ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനാൽ മുൻപ് നൽകിയിട്ടുള്ളവർ ഇപ്പോൾ നൽകേണ്ടതില്ല. അതുപോലെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ ലഭിക്കുന്ന 60 വയസ്സിന് താഴെയുള്ളവർ എല്ലാ വർഷവും വിവാഹിതയായിട്ടില്ല എന്ന സാക്ഷ്യപത്രം നൽകേണ്ടതുണ്ട്. 2025 വർഷത്തിൽ അത് നൽകിയിട്ടില്ലാത്തവർ അത് നൽകുവാൻ ശ്രദ്ധിക്കുക. പല പഞ്ചായത്തുകളിലും പല തീയതിയാണ് അവസാന ദിവസമായി പറഞ്ഞിരിക്കുന്നത്. വിധവാ പെൻഷൻ വാങ്ങുന്നവർ 60 വയസ്സ് പൂർത്തിയായാൽ പിന്നീട് ഈ സാക്ഷ്യപത്രം നൽകേണ്ടതില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി പരമാവധി 4 മാസം കൂടിയേ ഉള്ളൂ. അതുവരെ പെൻഷൻ വിതരണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. പരമാവധി പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്ക് പോലും കാലാവധി 6 മാസം വരെ നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ബജറ്റിൽ എല്ലാവരും പ്രതീക്ഷിച്ച ക്ഷേമ പെൻഷൻ വർധന ഉണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിച്ചെങ്കിലും ഇലക്ഷൻ അത് കാര്യമായി പ്രയോജനം ചെയ്യാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതുന്നു. ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കുവാനുള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത്. വരും ദിവസങ്ങളിലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.